ഗുഡ് മോർണിംഗ്. ബി മാജിക്കിന്റെ 2238ാമത് സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇമോഷണൽ അൽഗോരിതംസ്, ഹൗ യുവർ മൈൻഡ് മേക്സ് ഡിസിഷൻ വിത്തൗട്ട് യു എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് ട്രെയിനറായ ഷബാസ് മാം ആണ്. വെൽക്കം മാം. താങ്ക് യു വെരി മച്ച്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. വളരെ സന്തോഷത്തോടെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുകയും ഒരു നല്ലൊരു മെഡിറ്റേഷൻ ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഇതിനെല്ലാം നമുക്ക് ഒരു പുതിയ ദിനം നമുക്ക് സമ്മാനിച്ച സർവേശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പൊ ഇന്നൊരു പേരിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇമോഷണൽ അൽഗോരിതംസ്. നമ്മൾക്കൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. സൗണ്ട് കറക്റ്റ് അല്ലേ? നമുക്കൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യണം. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ പല കമ്പ്യൂട്ടറുകളിലും പല സോഫ്റ്റ്വെയർ ആയിരിക്കും അതിൽ ലോഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ലോഡ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിനനുസരിച്ചായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ ചിലത് സിയിലായിരിക്കും, ചിലത് ഉബണ്ടുവിലായിരിക്കും. ഇപ്പൊ ഗവൺമെന്റ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉബണ്ടുവിലാണ്. അപ്പൊ ചിലവർ പറയും നമുക്ക് ഉബണ്ടു യൂസ് ചെയ്യാൻ കുറച്ച് യൂസർ അല്ല, സി അല്ലെങ്കിൽ വിൻഡോസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഈസിയാണ്. നമ്മൾ ഓരോന്നിനും ഓരോ ഇന്റർപ്രിട്ടേഷൻസ് നമ്മൾ കൊടുക്കും. അതായത് ചിലപ്പോ നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് ഏറ്റവും ഈസി. ഇപ്പൊ മൊബൈല് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ആപ്പിൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പൊ ആപ്പിൾ യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആൻഡ്രോയിഡ് ചിലപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷണൽ അൽഗോരിതംസ്. നമുക്ക് എല്ലാവർക്കും ഒരു ഇമോഷൻ അൽഗോരിതം ഉണ്ട്. ഈ ഇമോഷണൽ അൽഗോരിതം ആണ് നമ്മളെ ഓരോ ഡിസിഷൻസ് മേക്കിങ്ങിലൊക്കെ വളരെയധികം അത് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ, ഇപ്പൊ നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങിച്ചു, പുതിയൊരു വേർഷന്റെ ഏറ്റവും പുതിയ ഒരു അടിപൊളി ഫോൺ വാങ്ങിച്ചാലും ആ ഫോൺ ഫസ്റ്റ് ടൈം നമ്മുടെ കൈ കിട്ടുമ്പോൾ നമ്മൾ അത്രയും ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫോണിൽ നിന്ന് മാറി പുതിയൊരു ഫോണിലേക്ക് മാറുമ്പോൾ അത് കൂടുതൽ അപ്ഡേറ്റഡ് ആയിരിക്കും, പുതിയ വേർഷൻസ് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ പുതിയത് വാങ്ങിക്കുമ്പോൾ പഴയതിനേക്കാൾ മികച്ചതായിരിക്കും വാങ്ങുന്നത്. പക്ഷെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഫസ്റ്റ് ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ നമുക്ക് ചിലപ്പോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ചിലപ്പോ പറയും നമ്മുടെ ആ പഴയ ഫോണായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഇതില് വേർഷൻ പുതിയതൊക്കെ ഉണ്ടെങ്കിലും അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചിലപ്പോ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് റീസൺ നമ്മള് ആ മൊബൈലിനോടൊപ്പം മൊബൈൽ പുതിയത് അപ്ഡേറ്റഡ് ആയിട്ട് വാങ്ങിച്ചെങ്കിലും നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടില്ല. പക്ഷെ ആ ഫോൺ യൂസ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷൻസും. നമ്മൾ പലരും പറയുന്നുണ്ട് ഞാൻ ഇമോഷൻസ് വെച്ചിട്ടൊന്നും അല്ല എന്റെ ഓരോ കാര്യങ്ങളും ഡിസിഷൻ എടുക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. എനിക്ക് എന്റേതായ ഒരു ഡിസിഷൻ ഉണ്ട്. പക്ഷെ ഈ ഡിസിഷൻ മേക്കിങ്ങില് നമ്മുടെ ഇമോഷൻസ് വളരെയധികം അതിനെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ആ കാര്യത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ എക്സാമ്പിൾ പറഞ്ഞത് തന്നെ, അതായത് നമ്മളൊരു ഫോൺ യൂസ് ചെയ്യുന്ന ആ ഒരു ഫോൺ മാറുന്ന ആ ഒരു ഇത്. കാരണം നമുക്ക് വളരെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ അറിയാവുന്നതായിരിക്കും. പക്ഷെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് തപ്പലുണ്ടാവും. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും നമ്മുടെ ഫ്രണ്ടിന്റെ ഫോണിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് ഒരു കാര്യം ചെയ്യുന്നതും മറ്റൊരാളുടെ ഫോൺ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മറ്റൊരു വസ്തുക്കൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട്, നമ്മൾ കാർ ഓടിക്കുമ്പോഴാവാം, എല്ലാത്തിലും ഈ ഒരു വേരിയേഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴും തഴക്കവും വഴക്കവും വന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനവും പുതിയതും തമ്മിലുള്ള ഒരു വേരിയേഷൻ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷൻസിന്റെ കാര്യത്തിലും. നമ്മൾ പറയുമ്പോൾ പറയും ഞാൻ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമെങ്കിലും
നമുക്ക് ഉള്ളിലുള്ള കുറച്ച് ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് നമ്മുടെ ഡിസിഷൻസിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു സെയിം കാര്യത്തില് ഞാൻ എടുക്കുന്ന ഡിസിഷനും നമ്മുടെ ഫ്രണ്ട്സ് എടുക്കുന്ന ഡിസിഷനും ഒക്കെ തമ്മിൽ വേരിയേഷൻ വരാൻ ചാൻസ്. അപ്പൊ നമ്മൾ പറയും ഞാൻ എടുത്ത ഡിസിഷൻ ആണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ അതിനെന്ത് ചെയ്യും പറയും. പക്ഷെ ചിലപ്പോ ഫ്രണ്ട് പറയും ഓ ആള് ആ സമയത്ത് എടുത്ത ഡിസിഷൻ മോശം ആണ്. അപ്പൊ ഈ ഡിസിഷനിൽ മോശമോ അല്ലെങ്കിൽ നല്ലതോ അല്ല, ആ എടുക്കുന്ന ആ ഒരാളുടെ മൈൻഡ് സെറ്റും കാര്യങ്ങളും അതിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇമോഷണൽ അൽഗോരിതംസ് ഹൗ യുവർ മൈൻഡ് മേക്സ് ഡിസിഷൻ വിത്തൗട്ട് യു. നമ്മുടെ ലോജിക്കൽ മൈൻഡ് വർക്ക് ചെയ്യാതെ നമ്മുടെ ഡിസിഷൻസിൽ നമ്മുടെ ഇമോഷൻസ് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇമോഷൻ വേഴ്സസ് ലോജിക്ക്. നമുക്ക് ഇമോഷൻസും വേണം, എന്താണ് ലോജിക്കും വേണം. ഇമോഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന, അതായത് ശരിക്കും നമുക്ക് ഇമോഷൻസ് അത് നമ്മുടെ ബോഡിയിൽ രണ്ട് രീതിയിലുള്ള സിമ്പതറ്റിക് വ്യവസ്ഥയുണ്ട്. സിമ്പതറ്റിക് വ്യവസ്ഥ, പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. അതായത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അലേർട്ടായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ബോഡി ഉണ്ടാക്കുന്ന ഒരു മെക്കാനിസം ആണ് അത്. ശരിക്കും അത് നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണ്. നമുക്കൊരു ത്രെറ്റ് വരുമ്പോൾ അതിനെ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ബോഡി ഫുൾ പ്രിപ്പയർ ആയിരിക്കണം. നമ്മുടെ എന്താണ് ബ്രീത്തിങ്ങിന്റെ ഇത് ഇൻക്രീസ് ചെയ്യണം, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യണം, പ്രഷർ ഇൻക്രീസ് ചെയ്യണം. ഇതെല്ലാം ഇൻക്രീസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നെർവസ് സിസ്റ്റം ഉണ്ട്. രണ്ട് ടൈപ്പ് നെർവസ് സിസ്റ്റത്തിൽ ഒരെണ്ണം നമ്മളെ ഇങ്ങനെ ഈ രീതിയിലേക്ക് നമ്മളെ പ്രിപ്പയർ ആക്കുന്ന ഒരു നെർവസ് സിസ്റ്റമാണ്. നേരെ തിരിച്ച് നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ, നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കാം ആൻഡ് ഇരിക്കാൻ പറ്റുന്ന ആ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് മോഡിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇമോഷൻസ് വരുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ഏറ്റവും വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതാക്കുന്ന, അതായത് ഇമോഷൻസിൽ ഇപ്പൊ എന്തെങ്കിലും ത്രെട്ട് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മളെ ബോഡീനെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ്. പക്ഷെ നേരെ തിരിച്ച് നമ്മളെന്താണ് ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എന്തായിരിക്കും കാം. ലോജിക്കലി നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എല്ലാം കാം ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കും. ഇത് രണ്ടും നമുക്ക്, അതായത് ഇമോഷനും വേണം നമുക്ക് ലോജിക്കും വേണം. രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് എന്താ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇമോഷൻസ് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്താണ് ലോജിക്കൽ തിങ്കിങ് വളരെ ഇത്തിരി ഒരു ടൈം എടുത്താണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് വരുന്നത്. നമുക്കൊരു ട്രിഗർ വന്നു, ആ ട്രിഗർ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ, അതായത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് നമ്മളെ വേദനിപ്പിച്ചു. അപ്പൊ നമുക്ക് എന്താണ് ആ വാക്ക്, ഒരാളുടെ സംസാരം ആണ് നമ്മളെ ഇമോഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇമോഷനിലേക്ക് എന്താണ് നമുക്ക് ഒരു സാഡ് എന്ന ഒരു ഇമോഷൻ കൊണ്ടുവന്നു. ആ സാഡ് എന്ന ഇമോഷൻ നെക്സ്റ്റ് നമുക്കൊരു ചിന്തയിലേക്ക് മാറാണ്. അവരങ്ങനെ കമന്റ് പറഞ്ഞത് ഞാൻ കൊള്ളൂലാത്ത ആളായത് കൊണ്ടാ, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാ. അങ്ങനെ പിന്നെ നമ്മൾ ചിന്തിക്കുകയാണ്. പറഞ്ഞ വ്യക്തി ഒന്നും ചിന്തിച്ചിട്ടായിരിക്കില്ല, ചിലപ്പോ ഒരു കാര്യത്തിന് ഒരു ഇന്റർപ്രിട്ടേഷൻ നൽകിയതായിരിക്കും. പക്ഷെ പിന്നീട് ആ ഒരു ഇന്റർപ്രിട്ടേഷന് നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ എന്താണ് എനിക്കെന്താണ് ഞാൻ ആള് മോശമാണ്, ഞാൻ ഇതൊന്നും ചെയ്താൽ വിജയിക്കില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് കളിയാക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ സങ്കടം വരും. ആ സങ്കടം വരുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത ആളാണ് എന്നുള്ള ഒരു തോട്ടിലേക്ക് പിന്നീട് എന്താണ് അത് ചെയ്യാൻ മടിയായിട്ട് നമുക്ക് ഔട്ട്കം എന്താണ് ചിലപ്പോൾ ആ ഒരു ഇവന്റിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം എല്ലാ ഇമോഷൻസ് എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു ട്രിഗർ നമുക്കുണ്ടാവും. ആ ട്രിഗർ ആണ് നമുക്ക് ഇമോഷനായിട്ട് മാറുന്നത്. ആ ഇമോഷൻ നമുക്ക് ജസ്റ്റ് തോട്ടായിട്ടും ആ തോട്ടാണ് ആക്ഷൻ ആയിട്ട് മാറിയിട്ട് അത് ഔട്ട്പുട്ടായിട്ട് മാറുന്നത്. അപ്പൊ ചിലപ്പോ എന്താണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ റോഡിൽ കൂടെ പോണ വഴി അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ നോക്കി ഫ്രണ്ട് മൈൻഡ് ചെയ്തില്ല. റിയാലിറ്റിയിൽ ഫ്രണ്ട് മറ്റൊരു പ്രശ്നത്തിൽ കുടുങ്ങി നിൽക്കുന്ന അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്താണ്
നമ്മൾ നോക്കുന്നു, ആള് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നതാണ് നമ്മൾ എടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ ഇമോഷൻ വന്നു, ഓ ഫ്രണ്ടായിട്ട് എന്നെ നോക്കിയില്ല. അപ്പൊ പിന്നെ നെക്സ്റ്റ് തോട്ടിലേക്ക്, അതുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് തോട്ട്, ആ അവൾക്ക് പുതിയ ജോലിയൊക്കെ കിട്ടി, കാരണം പുതിയ ജോലി കിട്ടിയപ്പോൾ ആൾക്ക് കുറച്ച് തിരക്കായി, അതിന്റെ ടെൻഷനിൽ നിന്നത് കൊണ്ടാണ് ആള് നമ്മളെ കാണാണ്ട് പോയത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മുടെ ട്രിഗർ, ഞാൻ ഫ്രണ്ടിനെ നോക്കുന്നു, ഫ്രണ്ട് മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഫ്രണ്ടിന് ആബ്സെന്റ് മൈൻഡ് ആയിരുന്നു, നമ്മളെ കണ്ടിട്ടില്ല ആള്. പക്ഷെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തു, എനിക്ക് സങ്കടം വന്നു, ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തു, അവൾക്ക് വലിയ ജോലിയൊക്കെ കിട്ടി, അവള് വലിയ ആളായി കഴിഞ്ഞപ്പോൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അപ്പൊ ഞാൻ എന്തോ മോശമാണ് എന്നുള്ള രീതിയിൽ ആളുടെ അടുത്ത് നിന്നും മാറുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഓരോ ഇമോഷൻസ് വരുമ്പോൾ ആ ഇമോഷണൽ റിലേറ്റഡ് ആയിട്ട് നമുക്ക് തോട്ട് വരാണ്. നമുക്ക് സങ്കടം വന്നപ്പോ ആ സങ്കടം, അതായത് ആള് മൈൻഡ് ചെയ്തില്ല എന്നുള്ള ഒരു ഇമോഷൻ, ആ ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്തത് എന്താണ്, എന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ള ഒരു ഫീലിംഗ് ആണ് മനസ്സിലേക്ക് വരുന്നത്. ആ ഫീലിംഗ് നിന്ന് അടുത്ത തോട്ട് അങ്ങനെ പോവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിനിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇത് നമ്മൾ ഒരിക്കല് അമിഗ്ഡാലയുടെ, അതായത് ഇമോഷണൽ ബ്രെയിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ഒരു ക്ലാസ് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ എടുത്തതായിരുന്നു. നമ്മൾ അമിഗ്ഡാല ഹൈജാക്കിനെ കുറിച്ചൊക്കെ ഓൾറെഡി ക്ലാസ് തന്നതാണ്. ആ ഒരു സംഭവം തന്നെയാണ് ഇമോഷണൽ ഇതിൽ വരുന്നത്, റിയാക്ഷനിൽ വരുന്നത്. അതായത് നമുക്കൊരു പ്രശ്നം, സങ്കടം നമുക്ക് ഫീൽ ചെയ്താൽ പിന്നീട് നമ്മുടെ വർക്ക് ചെയ്യുന്നത് ഇമോഷണൽ ബ്രെയിൻ ആണ്. റിയാലിറ്റിയിൽ ആ ഒരു ഇമോഷൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നമ്മുടെ മൈൻഡിൽ ഒരു ഇമോഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇമോഷൻ ബ്രെയിൻ വർക്ക് ചെയ്യുകയും നമ്മുടെ ലോജിക്കൽ ബ്രെയിനായ പ്രിഫോണ്ടൽ കോർട്ടെക്സ് എന്ത് ചെയ്യും, ഒന്ന് സ്ലോ ആവും. ശരിക്കും ഈ ഒരു സിസ്റ്റം, ബ്രെയിൻ്റെ ഈ സിസ്റ്റം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന, അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ത്രെട്ട് വരുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട്, ഒരു ത്രെട്ട് വരുമ്പോൾ നമുക്ക് ചിന്തിച്ച് നിൽക്കാൻ സമയമില്ല, ഫാസ്റ്റ് ആയിട്ട് അതിനെതിരെ പ്രതികരിക്കാം. അതായത് നമ്മുടെ ബോഡിക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രെയിൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡിക്ക് നമ്മൾക്ക് ഹാം ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ വന്നാൽ നെക്സ്റ്റ് മൊമെന്റ് ചിന്തിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കണം. അതൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫ്രീസ് ആയിട്ട് നിന്ന് പോകും, എന്താ ചെയ്യേണ്ടത്. ആ 3 കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഒന്നല്ലെങ്കിൽ നമ്മൾ അതിനെതിരെ, ഒരു പ്രശ്നം വരുമ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടും, ചിലപ്പോൾ ഫ്രീസ് ആയിട്ട് നിൽക്കും. ഈ 3 കണ്ടീഷൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ത്രെട്ട് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ അതിനുള്ള ഒരു ബോഡിയെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ അമിഗ്ഡാലയുടെ ഉദ്ദേശം. അപ്പൊ നമ്മുടെ ഇമോഷൻസ് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആക്റ്റീവ് ആകുകയും എന്താണ്, ഈ പ്രീഫോണ്ടൽ കോർട്ടെക്സിലേക്ക് ആ മെസ്സേജ് ചെന്ന് അത് വർക്ക് ചെയ്ത് വരുന്നതിന് മുമ്പ് ഈ ഇമോഷണൽ ബ്രെയിൻ കയറി വർക്ക് ചെയ്യും. അതായത് നമ്മുടെ ബോഡിയിലെ 5 സെൻസ് ഓർഗൻസിൽ നിന്നായിരിക്കും ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻസ് വരുന്നത്. ആ ഇൻഫർമേഷൻസ് ശരിക്കും നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രീഫോണ്ടൽ കോർട്ടെക്സിൽ പോവുകയും എന്താണോ ബോഡിയിൽ നിന്ന് വരുന്ന മെസ്സേജിന് നല്ല രീതിയിൽ ഒരു വ്യക്തമായ ആൻസർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് എന്താ, ഹൈലി ഇമോഷണൽ ഇരിക്കുമ്പോൾ ഈ സംഭവം പ്രീഫോണ്ടൽ കോർട്ടെക്സിലേക്ക് പോകാതെ, അതായത് നമുക്ക് ഹൈ ഇമോഷൻ വരുമ്പോൾ നമുക്ക് ത്രെട്ട് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത്. ആ ത്രെട്ട് ആവുമ്പോൾ ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള സമയമില്ല, നമ്മൾ നെക്സ്റ്റ് മൊമെന്റ് പ്രതികരിക്കണം. അതിനുവേണ്ടി ആ സമയത്തിൽ ഇമോഷണൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നു, അതായത് അമിഗ്ഡാല വർക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ വർക്ക് ചെയ്തിട്ട് ലോജിക്കൽ ബ്രെയിൻ കട്ടായി പോകുന്നു. ലൈഫിലെ പല അവസരങ്ങളിലും നമുക്ക് പല കാര്യങ്ങളും വരുമ്പോൾ, നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ഈ ഇമോഷണൽ ബ്രെയിൻ കയറി അറ്റാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പറയില്ലേ, ഓഹ് ഞാൻ ആ സമയത്ത് ഭയങ്കര ഇമോഷണലി ആ ഒരു വാശിക്ക് ഞാൻ ചെയ്തു പോയതാണ്, അല്ലെങ്കിൽ ആ ഒരു വാശിക്ക് എടുത്ത തീരുമാനമാണ്, പിന്നീട് ആ തീരുമാനം എനിക്ക് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി, അതുകൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതിന് കാരണം നമുക്ക് എന്താണ്, ആ സമയത്ത് ആ ഒരു ഹൈ ഇമോഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ലോജിക്ക് വർക്ക് ചെയ്യുന്നില്ല. അവിടെ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇമോഷൻ ആണ്. അപ്പൊ നമ്മൾ ഇമോഷണലി ആ ഒരു കാര്യത്തെ, അവൻ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ 2 അണങ്ങ് കൊടുത്തു. പക്ഷെ
നമ്മളപ്പോ ചിന്തിക്കുന്നില്ല നമ്മൾ ഇന്നതാണ്, അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല എന്ന് ലോജിക്കലി തിങ്ക് ചെയ്യാൻ, ഞാൻ അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയാണ്, അവൻ അങ്ങനെ പറഞ്ഞോട്ടെ, അവന്റെ കൾച്ചർ അതാണ്, ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു ടൈം നമുക്ക് തരുന്നില്ല. അതിനു മുമ്പ് ഇമോഷണൽ ബ്രെയിൻ വർക്ക് ചെയ്ത് അത് നമ്മൾ പ്രതികരിച്ചു പോകുന്നു. അത് ഇങ്ങനെ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആണോ അല്ലെങ്കിൽ ലോജിക്കൽ ബ്രെയിൻ ആണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്നത് ഇമോഷണൽ ബ്രെയിൻ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവുക, അതിനുശേഷം ജസ്റ്റ് നമുക്ക് മൈൻഡ്ഫുൾനെസ് അതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്ക് ഒക്കെ ചെയ്ത് ഒന്ന് ഓൾറെഡി നമ്മൾ അവെയർ ആവണം. ഈ ഒരു ഇൻസിഡന്റ് എന്റെ ഇമോഷനെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവെയർ ആയ ശേഷം നമ്മൾ എന്താണ് ആ ഇമോഷനിൽ നിന്ന് പുറത്ത് കടന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നമ്മൾ ആ ഒരു തീരുമാനം എടുക്കേണ്ടത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അതായത് അമിഗ്ഡാല എന്ന് പറയുന്നത് ഇമോഷണൽ ബ്രെയിൻ ആണ്. നമുക്ക് ഇമോഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ത്രെട്ട് വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമുള്ള സംഭവം തന്നെയാണ് അമിഗ്ഡാല. പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞില്ലേ, കാട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോഴേക്ക് ഓടി രക്ഷപ്പെടാനൊക്കെ ആയിരുന്നു ഈ ഒരു സിസ്റ്റത്തിന്റെ ആവശ്യം. പക്ഷെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് ചെറിയ ചെറിയ ഇപ്പൊ ഫോണിലൊരു മെസ്സേജ് അയച്ചു, തിരിച്ച് റിപ്ലൈ വന്നില്ല, ഇതും നമ്മളൊരു ത്രെട്ട് ആയിട്ടാണ് ഇപ്പോ നമ്മുടെ ബോഡി കാണുന്നത്. അതുപോലെ പണ്ട് കാലത്ത് നമുക്ക് കാട്ടിലായിരുന്ന സമയത്ത് ഫുഡ് ആ കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഫുഡ് നമ്മൾ എടുക്കും. കാരണം എന്താണ്, പിന്നീട് അത് കിട്ടാതായി പോയാലോ എന്നുള്ള ഒരു ടെൻഷൻ, പേടി നമ്മളുടെ ഉള്ളില്. കാരണം അത് എപ്പോഴും അവൈലബിൾ അല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഫുഡ് എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ കൂടി നമ്മുടെ മുമ്പിൽ വെറൈറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശക്കുന്നില്ല എങ്കിൽ കൂടി, പിന്നീട് കഴിക്കാമെങ്കിൽ കൂടി, കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് കൂടുതൽ യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഈ ഇമോഷണൽ ബ്രെയിൻ അവിടെ, അതായത് പണ്ട് കാലം മുതൽ നമ്മുടെ മൈൻഡിൽ കയറിയ മൈൻഡ് സെറ്റ്, നമുക്ക് ഫുഡ് നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. അപ്പൊ അത് മാക്സിമം ഇൻ കേസ് കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും ഈ ഫുഡിന്റെ അവൈലബിലിറ്റി ഇല്ലാതാകുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ബ്രെയിനിലുള്ള ഒരു തോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു സ്കാർസിറ്റി ഉണ്ടാകുമോ എന്നുള്ള ഒരു തോട്ടില് നമ്മൾ അത് കൂടുതൽ ഇൻടേക്ക് ചെയ്യാനുള്ള ഒരു തോട്ടിലേക്ക് പോകും. ഇങ്ങനെയാണ് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിന്, അല്ലെ? ഇപ്പൊ നമ്മുടെ ഒരു എവിടെയെങ്കിലും മാരേജ് ഫംഗ്ഷൻ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ഫുഡ്, ഒരുപാട് ടൈപ്പ് ഓഫ് ഫുഡ്, നല്ല സെറ്റപ്പ് ഫുഡൊക്കെ ഇരിക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റിംഗ് ഒക്കെ ആയിരിക്കും. പക്ഷെ ആ സമയത്ത് ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഡൻസി ആയിട്ട് മാറും. ഇത് കഴിക്കാനുള്ള ടെൻഡൻസി കൂടുന്നതിന് കാരണം നമ്മുടെ ഈ ഇമോഷണൽ ബ്രെയിൻ്റെ ആ ഒരു വർക്കിംഗ് കൂടുമ്പോൾ നമുക്ക് അതിനോടുള്ള അറ്റാച്ച്മെന്റ് കൂടി നമ്മുടെ മൈൻഡിൽ ഫീൽ ചെയ്യുന്നത്, ഇനി നമുക്ക് ഈ ഫുഡ് കിട്ടാണ്ട് പോയാലോ, ആ ഒരു തോട്ടിലേക്ക്, ഇതിനോടുള്ള ഒരു കൂടുതൽ ആഗ്രഹം നമ്മളുടെ ഉള്ളില് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് മാറും. ഇങ്ങനെയാണ് നമ്മുടെ ഈ അമിഗ്ഡാല അല്ലെങ്കിൽ ഇമോഷണൽ ബ്രെയിൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ബ്രെയിൻ പ്രെഡിക്ട് ബിഫോർ ഇറ്റ് പെർസീവ്സ്. പലപ്പോഴും നമ്മൾ ടോയ്ലറ്റിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ട് പോയി, ഫോൺ വെച്ച് കുറച്ച് ദൂരം മാറി കഴിയുമ്പോൾ നമുക്കൊരു തോട്ട് വരികയാണ്, ആ ഫോൺ റിങ് ചെയ്തോ. നമ്മൾ വന്നെടുത്ത് നോക്കുമ്പോൾ പക്ഷെ നമ്മൾ ആ ഒരു സൗണ്ട്, ഫോൺ റിങ് ചെയ്ത പോലെ നമുക്കൊരു ഫീലിംഗ് തോന്നിയിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ എടുത്ത് നോക്കുന്നത്. കാരണം എന്താ, നമ്മൾക്ക് ആ ഫോണിലുള്ള ഒരു അറ്റാച്ച്മെന്റ് കൂടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു മെസ്സേജ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു തോട്ട് വന്നു കഴിയുമ്പോൾ ആ ബെല്ലടിച്ചതായിട്ട്, കാരണം ഇപ്പൊ ആരുടെയെങ്കിലും കോള് വരാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയ സമയത്തായിരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഫോൺ അവിടെ വെച്ചിട്ട് പോയതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ ഒരു തോട്ട് നമ്മള് ഫോൺ ബെല്ലടിച്ചത്, റിങ് ചെയ്തത് പോലെ ഒരു ഫീലിംഗ് നമുക്ക് വരികയും നമ്മളത് കേട്ടതുപോലെ തോന്നി നമ്മൾ ചിലപ്പോൾ വന്ന് ഫോൺ എടുത്ത് നോക്കാറുണ്ട്. ഇതുപോലുള്ള തോട്ട്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ലൈഫിൽ? നമ്മളൊരു എമർജൻസി കാര്യത്തിന് ഫോണിൽ കോള് വരും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ ഫോൺ അവിടെ വെച്ചിട്ട് കുറച്ച് മാറിപ്പോകുന്നു, മാറിപ്പോയപ്പോൾ ബെല്ലടിച്ചതുപോലെ ഒരു തോട്ട് വരുന്നു, നമ്മൾ ചിലപ്പോൾ നമുക്ക് കേട്ടതായിട്ട് തോന്നും, ഫോൺ റിങ് ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു, നമ്മൾ വന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും,
അതിൽ കോളൊന്നും വന്നിട്ടുണ്ടാവില്ല. ഈ ഒരു തോട്ട്സ് ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് മാം. ഒത്തിരി പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കും, അയ്യോ അയാൾ വന്നു, ശരിക്കും അയാൾ വന്നതുപോലെ തോന്നും, പക്ഷെ അതാളായിരിക്കില്ല. ഇങ്ങനെ ഒത്തിരി തോട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു തോട്ടിന്റെ കാര്യം നമ്മുടെ ബ്രെയിൻ ഓൾറെഡി അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യണം, അത് സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഇമോഷണൽ അൽഗോരിതത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. എന്ന് നമ്മൾ ഓൾറെഡി ആ ഒരാള് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇത് അതുപോലെ നമ്മളിപ്പോ ഏതെങ്കിലും ആരെങ്കിലും നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിന്റെ ഉള്ളിൽ റെഡി ആവുന്നതിന്റെ ഇടയിൽ വണ്ടി വരുന്ന സൗണ്ട്, ആളുടെ വണ്ടിയുടെ സൗണ്ട് പോലത്തെ സീൻ നമുക്ക് ഫീൽ ചെയ്യും വന്ന് നമ്മൾ ചിലപ്പോൾ ജനലൊക്കെ നോക്കുമ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള തോട്ട്സുകൾക്ക് നമുക്ക് വരാൻ വളരെ ചാൻസസ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു ബ്രെയിനിന്റെ കണ്ടീഷൻ ആണ്. ശരിക്കും ആ സമയത്ത് ആ ഒരു സൗണ്ട് നമ്മുടെ ബ്രെയിൻ കേൾക്കുന്നുണ്ട്, കേട്ട് നമ്മൾ വന്ന് പലപ്പോഴും നോക്കാനുള്ള, നമ്മൾ ചിലപ്പോൾ അയ്യോ ഞാൻ ആ സൗണ്ട് കേട്ടതായിരുന്നല്ലോ, അല്ലെങ്കിൽ ബെല്ലടിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തതായിരുന്നല്ലോ, അല്ലെങ്കിൽ അവിടെ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് ഞാൻ കേട്ടായിരുന്നല്ലോ. നമ്മുടെ ബ്രെയിൻ അത് കേൾക്കുന്നുണ്ട്, പക്ഷെ റിയാലിറ്റി അല്ല. അപ്പൊ ഇതുപോലെയാണ് ക്യൂ, റൊട്ടീൻ, റിവാർഡ്. നമുക്കൊരു ക്യൂ വരുമ്പോൾ അത് നമ്മുടെ ലൈഫില് നമ്മളൊരു ഹാബിറ്റ് ഉണ്ടാക്കുന്നത് പോലും ഇങ്ങനെയാണ്. നമുക്കൊരു ക്യൂ വരുമ്പോൾ അതെന്താണ്, നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു. അപ്പൊ അത് നമ്മുടെ ലൈഫിൽ നമുക്കതൊരു, അതായത് നമ്മുടെ റിവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു മൈൻഡിനുള്ള ഹാപ്പിനെസ്, ഒരു സന്തോഷം കിട്ടുമ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് നമ്മളുടെ ലൈഫിലെ ഒരു, അതായത് ഇപ്പൊ ഒരു ഇമോഷണൽ അൽഗോരിതം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ ഒരു കാര്യം സംഭവിക്കുന്നു, അത് നമുക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ വീണ്ടും വരുമ്പോൾ, അതായത് നമ്മളൊരു ഫോൺ വാങ്ങിച്ചു, ആ ഫോൺ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് യൂസർ ഫ്രണ്ട്ലി ആയി മാറുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് അൽഗോരിതംസ് ഉണ്ടാകുന്നത്. ജനിക്കുമ്പോൾ ഓരോ അൽഗോരിതം ആയിട്ടല്ല നമ്മൾ ജനിച്ചു വരുന്നത്, നമ്മൾ അത് ലൈഫിൽ വീണ്ടും വീണ്ടും ആ ഒരു കാര്യം അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ ലൈഫിലെ ഒരു ഹാബിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു അൽഗോരിതമായിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അതായത് അൽഗോരിതം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിന് അതെ, ഇമോഷണൽ അൽഗോരിതംസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷനിലെ ഏതൊരു കാര്യമാണോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഒരു പോസിറ്റീവ് തോട്ടിലുള്ള ഒരാൾക്കാണെങ്കിൽ എന്താ, അയാളുടെ ഒരു പോസിറ്റീവ് ഇമോഷണൽ അൽഗോരിതം ആയിരിക്കും അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഒരു നെഗറ്റീവ് ഇതിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു നെഗറ്റീവ് അൽഗോരിതം ആയിരിക്കും അയാളെ, ഏതാണോ ആള് ലൈഫിൽ കൂടുതൽ പ്രാവശ്യം വരുന്നത് ആ ഒരു കാര്യമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. അതാണ് ഹാബിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നോ ആ ഒരു ഇമോഷൻ നമ്മളെ ലൈഫിൽ, ഇപ്പോ ഒരു പ്രശ്നം വന്നു, സങ്കടം വന്നു, എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇപ്പോൾ ഉള്ള കാര്യങ്ങളും സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അവര് സങ്കടങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അവരുടെ ബ്രെയിന് ഈ സങ്കടങ്ങൾ കേൾക്കുന്ന അതായിരിക്കും അവരുടെ ഒരു, അതായത് നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടാണ് ഇരിക്കാൻ താല്പര്യം, പക്ഷെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചു പോയ പല ദുഃഖങ്ങളെ കുറിച്ച് റിപ്പീറ്റ് ചെയ്ത്, അത് കഴിഞ്ഞു പോയ കാര്യമാണ്, അതിപ്പോ കറന്റ്ലി നടക്കുന്നില്ല, എന്നാൽ കൂടിയും വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും, എനിക്ക് അങ്ങനെ സംഭവിച്ചു, 7ാമത്തെ വയസ്സിൽ ഇന്നതായിരുന്നു സംഭവിച്ചത്, അന്ന് എന്റെ ഇന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ടു, അത് ഞാൻ ഇങ്ങനെ ആക്കി, ആ ഒരു പ്രശ്നം കാരണം എന്റെ സ്കൂൾ ലൈഫ് അങ്ങനെയായി. ഇതെല്ലാം ലൈഫിൽ ചിലപ്പോൾ നടന്നു പോയ കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയോ അല്ലെങ്കിൽ ചിലവർ പറഞ്ഞില്ലെങ്കിലും തിങ്ക് ചെയ്യും. എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ, എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മുടെ പഴയ കാലത്തെ എല്ലാ നെഗറ്റീവ്സും ചിന്തിച്ചു വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ അൽഗോരിതം നെഗറ്റീവിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതായത് പറയുമ്പോൾ പോസിറ്റിവിറ്റി പുറത്ത് പറയുമെങ്കിലും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ബാക്കിലുള്ള എല്ലാ സങ്കടങ്ങളും വീണ്ടും, കാരണം അത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അത് റീതിങ്ക് ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും തിങ്ക് ചെയ്യും. ഈ റിപ്പീറ്റേഷൻ നമ്മുടെ ലൈഫിലെ ഒരു
ആ ഒരു അൽഗോരിതം നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറും. പിന്നെ നമ്മൾ എന്തിലേക്ക് മാറും? നെഗറ്റീവിലേക്ക് മാറും. എന്താണോ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചിന്തിക്കുന്നത്, അതാണ് ആ ഒരു ചിന്തയാണ് നമ്മൾ ലൈഫിൽ എന്താണോ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചിന്തിക്കുന്നത്. ചിലപ്പോ ചിന്തിക്കുന്നത് നെഗറ്റീവും, വായും കൊണ്ട് പറയുന്നത് ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് ഭയങ്കര കഴിവുണ്ടെന്നൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ പറയുമ്പോഴും പറയുന്നതല്ല, എന്താണോ നമ്മൾ ഉള്ളിൽ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ശരിക്കുമുള്ള ഇന്നർ വോയിസ്. ഈ ഇന്നർ വോയിസ് ആണ് നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ ഹാപ്പിനെസ്സിന് എല്ലാം ഇതാക്കുന്നത്. ചിലവരുണ്ട് പുറത്ത് ഞാൻ ഭയങ്കര ഹാപ്പി എന്നൊക്കെ വായും കൊണ്ട് പറയുമ്പോ ആൾക്കാരുടെ മുന്നിൽ ചിരിക്കുമ്പോ ആ ചിരിയുടെ ഉള്ളിൽ അവര് മനസ്സിൽ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഓ, ഞാൻ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ചിരിക്കുന്നു, എന്റെ ജീവിതത്തിലുള്ള സങ്കടങ്ങൾ ഇത്. ഈ ചിന്ത ഉള്ളിൽ പറയുന്നുണ്ട്, അറ്റേ മൊമെന്റ് ഈ ഒരു പുറമെ ഒന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ എന്താവും? കൺഫ്യൂഷൻ ആവും. ബ്രെയിൻ ചിന്തിക്കും ഉള്ളിൽ ചിന്തിച്ചതാണ് റൈറ്റ്. നമ്മളെ ആ ഒരു എനർജിയിൽ, അതായത് ഉള്ളിൽ എന്താണോ ചിന്തിച്ചത് ആ ഒരു എനർജിയിൽ നമ്മളെ കൊണ്ടുപോകും. ഈ ഒരു സെയിം സംഭവമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വർക്ക് ചെയ്യാത്തതിന് ഒരു കാരണം. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഞാനത് ഇന്നത് എനിക്ക് കിട്ടും എന്ന് പുറമേ പറയുന്നുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു ഡൗട്ട് ഫീലിംഗ് ഉണ്ട്. ആ ഡൗട്ട് ഫീലിംഗ് വരുമ്പോ എന്താ? ഇത് വർക്കൗട്ട് ആവില്ല. കാരണം ഉള്ളിലത്തെ ഇമോഷൻ എന്താണ്? അവിടെ ഡൗട്ടാണ്, പേടിയാണ്. അതാണ് മൈൻഡ് എടുക്കുന്നത്. അപ്പോ അൽഗോരിതം ഫിയർ, അതായത് നമ്മുടെ ഒരു ഇമോഷണൽ അൽഗോരിതമാണ് ഫിയർ. അതായത് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന എന്താണ്? പേടി കൊണ്ടാണ്. അതായത് ഇപ്പൊ നമുക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കണം എന്നുള്ളപ്പോ അവിടെ എന്താണ് ഇമോഷൻ നമ്മളെ കണക്ട് ചെയ്യുന്നത്? ഫിയർ ആയിട്ടാണ്. ഞാൻ സ്റ്റേജിൽ കയറി സംസാരിച്ചു, എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ആളുകൾ എന്നെ കളിയാക്കും, നമുക്ക് എന്താണ്? പേടി. ആ ഒരു പേടി ഈ ഒരു കാര്യത്തെ, സ്റ്റേജിൽ കയറി പ്രസംഗിക്കുക, അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പയ്യെ പുറകോട്ട് മാറും. അപ്പോൾ നമ്മുടെ ഒരു ഇമോഷണൽ അൽഗോരിതമാണ് ഫിയർ. അതെന്താണ്? ഈ ഒരു ഫിയർ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പല ഓപ്പർച്യൂണിറ്റികളും, സ്റ്റേജിൽ കയറി പ്രസംഗിക്കുക മാത്രമല്ല, കരിയറിലാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസും കിട്ടുമ്പോൾ നമുക്കൊരു പേടി, ആ ഒരു പേടി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നും അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ലൈഫിലെ ഭാഗമായിട്ട്, ഫിയർ എന്ന ഒരു കാര്യം നമ്മുടെ ഇമോഷണൽ അൽഗോരിതമായിട്ട് നമ്മുടെ ബ്രെയിനിൽ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രാവശ്യം ഫിയർ തോന്നിയാൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യുമ്പോൾ ആ അൽഗോരിതം എന്താണ്? അവിടെ പൊട്ടുകയാണ് ചെയ്യുന്നത്. പകരം ഇത് വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. അതാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. ഫിയർ എന്നുള്ള ഒരു സംഭവം ഉണ്ട്. ആ ഫിയറിനെ നമ്മൾ ഓവർകം ചെയ്ത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അത് നമുക്ക് പൊട്ടിക്കാൻ സാധിക്കും. പകരം എപ്പോഴും ഫിയർ വന്നു നമ്മൾ അവോയ്ഡ് ചെയ്തു, അത് നമ്മളുടെ ലൈഫിന്റെ ഭാഗമായി മാറും. അതുപോലെ ഷെയിം. നമ്മൾ പലരും പല കാര്യങ്ങളും സ്വന്തമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് ഇപ്പൊ നമ്മൾക്കൊരു മാർക്ക്, ഒരു പ്രാവശ്യം എക്സാം എഴുതി അതിൽ നമ്മൾ ഒന്ന് തോറ്റു, നമ്മൾ മറ്റുള്ളവർ പറയാ എക്സാം പാടായിരുന്നു, ഈ പ്രാവശ്യം നിനക്ക് വയ്യാഞ്ഞിട്ടല്ലേ നീ പഠിച്ച് മാർക്ക് വാങ്ങിക്കാന്ന് എന്നൊക്കെ ചിലപ്പോ നമ്മുടെ സറൗണ്ടിങ്സിലുള്ളവർ പറയുമ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിലോട് പറയുന്ന എന്തായിരിക്കും? നിനക്ക് കഴിവില്ലാത്തോണ്ട്, അല്ലാണ്ട് നിനക്ക് ഇതൊന്നും അല്ല, നീ കഴിവില്ലാത്തോണ്ട് നിനക്ക്, നമ്മൾ സെൽഫായിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോ അത് ഇതുപോലെ പല കാര്യങ്ങൾക്കും നമുക്കൊരു ആ ഒരു നാണക്കേടിന്, അതായത് മാർക്ക് കുറഞ്ഞു, ഫെയിലിയർ ആയി എന്നുള്ള ഒരു ഷെയിം, ആ ഷെയിം നമ്മൾ സ്വന്തം, നിനക്ക് കഴിവില്ലാത്തവളാണ് എന്ന് നമ്മൾ സ്വന്തം ഉള്ളിൽ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മൾ എല്ലാ പ്രാവശ്യവും, ഇത് ചിലപ്പോ ഒരു പ്രാവശ്യം നമ്മളൊരു കാര്യത്തിൽ തോറ്റുപോയത്, നമ്മൾ ഫസ്റ്റ് ടൈം അത് ഇതിനു മുമ്പ് ചെയ്യാത്തൊരു കാര്യം പുതുതായിട്ട് ചെയ്യുമ്പോൾ നോർമലി ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോ ഫെയിലിയർ. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തത് എന്താണ്? നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്ത് നമ്മൾ ഇതാവുകയാണ്. ഇതുപോലുള്ള പാറ്റേൺ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു അൽഗോരിതം നമ്മുടെ ലൈഫിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ ഓപ്പോസിറ്റ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. എന്ത് കാര്യവും സെയിം ഇൻസിഡന്റ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അത് നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ അറിഞ്ഞുകൊണ്ട് എന്താണ് ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പ്രശ്നം, ഒരു
ഓപ്പർച്യൂണിറ്റി കിട്ടി, നമുക്ക് ചിലപ്പോൾ ഫിയർ ഉണ്ടാവും, ഫിയർ ഉണ്ടെങ്കിലും ആ ഫിയറോട് കൂടി നമ്മൾ അതിനെ നേരിട്ട് സക്സസ് ആക്കി കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും. പകരം ഒരു പ്രാവശ്യം ഫിയർ വന്നു നമ്മൾ മാറിയുന്നു, രണ്ടാമത്തെ പ്രാവശ്യം ഫിയർ വന്നു, എപ്പോഴും അതില്ലെങ്കിൽ നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ലൈഫിന്റെ പാർട്ടാവും. അതുപോലെ എന്തെങ്കിലും ത്രെട്ട് വരുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത്. ആ ഒരു ത്രെട്ട് നമ്മളെ ആ ത്രെട്ടിൽ നിന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ബോഡി ഉണ്ടാക്കുന്ന ഒരു നെർവസ് സിസ്റ്റത്തിന്റെ ഒരു വർക്കാണ് ആങ്കർ. അത് ആവശ്യമുള്ളതാണ്. പക്ഷെ ഇത് നമ്മൾ എപ്പോഴും ഈ ഒരു സംഭവം കൊണ്ടുപോകുമ്പോ ഈ ഒരു ആങ്കർ, ദേഷ്യം എന്നത് പറയില്ലേ, അയാൾക്ക് അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, അയാളുടെ ഒരു ക്യാരക്ടർ ആയിട്ടാണ് അത് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരാറുണ്ട്. അല്ലാതെ ദേഷ്യം എന്നത് ഒരാളുടെ സ്വഭാവമായിട്ട് മാറുന്നത് ഈ ഒരു പ്രശ്നം വരുമ്പോ, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. ഈ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മളുടെ സ്വഭാവമായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വഭാവമായിട്ട് മാറിക്കഴിയുന്ന ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത് അവൻ ദേഷ്യക്കാരനാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ മതി, ഫസ്റ്റ് ആളും ജനിക്കുന്ന വഴിയെ എല്ലാവരും ഇങ്ങനെ ദേഷ്യക്കാരനോ ആ ഒരു സ്വഭാവക്കാരനല്ല. അത് റിപ്പീറ്റ് ചെയ്ത് ലൈഫിൽ ചെയ്ത് അത് സ്വഭാവമായി ക്യാരക്ടറായിട്ട് പരിണമിച്ചതാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ദേഷ്യം വരിക എന്ന ഒരു കാര്യമുണ്ട്. ആ ദേഷ്യം എന്നത് നമ്മുടെ ലൈഫിലെ നമ്മളെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു സെൽഫ് ഡിഫൻസ് മെക്കാനിസം ആണ്. ഇത് വേണം. പക്ഷെ ഇത് റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ അത് നമ്മുടെ ക്യാരക്ടറായിട്ട് മാറും. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ആവശ്യമായ ഘട്ടത്തിൽ ഇതെല്ലാം ഉപയോഗിക്കുക എന്നതല്ലാതെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ക്യാരക്ടറാക്കി ഇത് മാറ്റരുത്. അതുപോലെ അപ്രൂവൽ സീക്കിങ്. പലരും എന്താണ്, മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ പീപ്പിൾ പ്ലീസിങ് ആയിട്ട് മാറാൻ വേണ്ടി നമ്മൾ എന്താണ് ആ ഒരു രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ആണ് അവരുടെ ഒരു റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഇതും ഇതുപോലെ നമ്മൾ ചെയ്ത് നമുക്ക് പലപ്പോഴും നോ പറയാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ. അതായത് എന്ത് കാര്യം നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് നമ്മുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ എല്ലാത്തിനും യെസ് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറിപ്പോകും. കാരണം എന്താ, നമ്മളൊരു നോ പറഞ്ഞാൽ അവർക്ക് നമ്മളോട് ഇഷ്ടക്കുറവുണ്ടായാലോ എന്നുള്ള ഒരു തോട്ട്, ഈ തോട്ട് റിപ്പീറ്റ് ചെയ്ത് വന്ന് നമ്മളിങ്ങനെ എല്ലാവർക്കും ലൈഫിൽ ആരെന്ത് ഹെൽപ്പ് ചോദിച്ചാലും എന്ത് ചെയ്താലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ പറഞ്ഞ എല്ലാ ഇമോഷൻസും നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ളതാണ്. ഫിയർ ആവശ്യമുണ്ടതാ. കാരണം എന്താണ്, ഫിയർ ഇല്ലാതെ എല്ലായിടത്തും പോയി ചാടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കും. ഈ പറഞ്ഞ എല്ലാ ഇമോഷൻസും നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ ഇത് റിപ്പീറ്റ് ആയിട്ട് ലൈഫിൽ നമ്മൾ കൊണ്ടുവന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിലെ അല്ലെ, ഇപ്പൊ നമ്മളെ കുറിച്ചൊന്നും കുറിച്ചും മുൻചുണ്ടിക്കാരനാണ്, ദേഷ്യക്കാരനാണ്, ഈ ഒരു ഇമേജ് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടേ. ചില ഓഫീസുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സാറ് ഭയങ്കര ദേഷ്യക്കാരനാണ് കേട്ടോ, സൂക്ഷിച്ചും കണ്ടു നിൽക്കണം. ഈ രീതിയിലേക്ക് നമ്മുടെ ക്യാരക്ടർ ഒരിക്കലും മാറരുത്. ഈ പറഞ്ഞ എല്ലാ ഇമോഷൻസും നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മളത് എന്ത് ചെയ്യുക, ഇമോഷൻസ് അതിനനുസരിച്ച്, അല്ലാതെ അത് റിപ്പീറ്റ് ചെയ്ത് കുഞ്ഞിക്കാര്യം വലിയ കാര്യം ഒരു അവയർനെസ് ഇല്ലാതെ ഈ സെയിം സംഭവം റിപ്പീറ്റ് ചെയ്ത് വന്ന് നമ്മുടെ ലൈഫിന്റെ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിന്റെ ഭാഗം ആയി മാറരുത്. അതായത് ഒരാൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുക്കാം, അതൊക്കെ വേണം. പക്ഷെ അത് ഓവറായി നമ്മുടെ ലൈഫ് തന്നെ സ്പോയിലായി പോകുന്ന രീതിയിലേക്ക് നമ്മുടെ ഇമോഷൻസ് മാറാതിരിക്കുക. നമ്മൾ അതായത് ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് വരുമ്പോഴാണ് നമ്മുടെ ക്യാരക്ടറായിട്ട് മാറുന്നത്. അതുപോലെ കമ്പാരിസൺ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ്, എല്ലാവരുടെ ഹാപ്പി മൊമെന്റ്സ് ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യണം. നമ്മൾ പോരാ, നമ്മൾ വർത്ത് കുറവാണ്, ഈ രീതിയിൽ കമ്പയർ ചെയ്ത് നമ്മൾ സങ്കടപ്പെടുന്നു. അതായത് നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും, അതായത് നമുക്ക് ഒരുപാട് ചിലപ്പോ എന്താണ് ഈ ഒരു ടൈമിൽ കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഈ നേട്ടങ്ങളൊന്നും കാണുകയോ അതൊന്നും സെലിബ്രേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ലൈക്ക് കിട്ടി അല്ലെങ്കിൽ എത്ര പേര് കൺഗ്രാറ്റ്സ് പറഞ്ഞു, ഇതൊക്കെ ആയിരിക്കും നമ്മളെ ഹാപ്പി ആക്കുന്നത്.
നമ്മള് മറ്റുള്ളവരുടെ വിജയങ്ങളും മറ്റുള്ളത് കാര്യങ്ങളും കണ്ട്, പക്ഷെ അതുപോലുള്ള വിജയങ്ങളും കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അതേക്കുറിച്ച് ശ്രദ്ധിക്കുകയോ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ ചെയ്യുന്നില്ല. മറ്റുള്ളവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എല്ലാവരും എല്ലാ മേഖലയിലും എപ്പോഴും ഉയർന്നു നിൽക്കും. അതായത് ഓരോരുത്തർക്കും അവരുടേതായ മേഖലയും അവരുടേതായ എൻജോയ്മെന്റും കാര്യവും ഉണ്ട്. നമ്മൾ പറയും പോലെ നമ്മുടെ ഈ ഫിംഗർ പ്രിന്റ്, നമ്മുടെ സെയിം ഫിംഗർ പ്രിന്റ് ഉള്ള ഒരാൾ ഈ ലോകത്തില്ല. എല്ലാവരും യുണീക്കാണ്. നമുക്ക് നമ്മുടേതായ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട് ഒരുപാട് വലിയ വലിയ ഇതൊക്കെ കാണുന്ന ആളുകള് ചിലപ്പോ അവരുടെ ലൈഫ് എടുത്തു നോക്കുമ്പോൾ ചിലപ്പോ അവർ വളരെ സങ്കടത്തിലായിരിക്കും കഴിയണത്. പക്ഷെ നമ്മൾ കാണുമ്പോ എന്താ, ഓ നമുക്ക് മാത്രം ഒന്നുമില്ല, നമ്മളിവിടെ വളരെ സന്തോഷത്തില് നമ്മുടെ കൊച്ചു കേരളത്തിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന നമ്മള് ചിലപ്പോ മറ്റുള്ളവരെ എടുത്ത് നോക്കിയിട്ട് അവര് ചിലപ്പോ എന്തായിരിക്കും, ആ ഒരു ചില നിമിഷങ്ങളിൽ കിട്ടുന്ന സന്തോഷമായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ബാക്കി സമയങ്ങളിലെല്ലാം അവര് ഭയങ്കര സ്ട്രഗിളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ ആ ഒരു നിമിഷത്തെ സന്തോഷം അവർ പോസ്റ്റ് ചെയ്യും. നമ്മളെ ശരിക്കും എന്താണ്, വളരെ ചെറിയ സ്ട്രഗിൾസും ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുന്ന നമ്മള് ഈ പോസ്റ്റ് കണ്ടിട്ട് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോ കമ്പാരിസൺ ഇങ്ങനെ എല്ലാ കാര്യത്തിലും കമ്പയർ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ കൊളീഗ്സുമായിട്ട് തൊട്ടടുത്ത നൈബേഴ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നമ്മൾ മോശമാണ് എന്നുള്ള ഒരു തോട്ട്, അത് നമ്മൾ ആ ഫസ്റ്റിലെ കമ്പയർ ചെയ്ത് തുടങ്ങുന്നത് സ്കൂളില് കുട്ടികൾ പോകുമ്പോൾ മാതാപിതാക്കള് ഫ്രണ്ട്സിന്റെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്ത് ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കമ്പാരിസൺ എന്നുള്ള ഒരു അൽഗോരിതം നമ്മുടെ മൈൻഡിലേക്ക് കുത്തിനിറയ്ക്കുകയാണ്. കമ്പാരിസൺ ആവശ്യമാണ്, ഈ പറഞ്ഞ എല്ലാ ഇമോഷൻസും നമുക്ക് ആവശ്യമാണ്. പക്ഷെ അത് ഓവർ ആയി കഴിയുമ്പോൾ അത് നമ്മുടെ ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. എന്ത് കാര്യമാകട്ടെ, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ചർച്ച ചെയ്യുന്നതാണ് മൊബൈലിന്റെ യൂസ് മോശമാണ്, നല്ലതാണ്, യൂസ് ചെയ്യരുത്, ആ രീതിയിലൊക്കെ ഇല്ല. എല്ലാത്തിനും നന്മയുമുണ്ട്, എല്ലാത്തിനും തിന്മയുമുണ്ട്. അല്ലാതെ ഒരിക്കലും മൊബൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത് പൂർണ്ണമായും നെഗറ്റീവ് അല്ല. ഒരുപാട് നന്മകളുണ്ട്. ഏതൊരു വസ്തു എടുത്താലും അതിന് നന്മയും ഉണ്ടാവും, അതിന്റെ തിന്മയും ഉണ്ട്. അപ്പോൾ അതുപോലെ ഈ ഇമോഷൻസ് ഒക്കെ നമുക്ക് നന്മയ്ക്ക് ഉതകുന്നത് തന്നെയാണ്. അതിന്റെ കറക്റ്റ് വേയിൽ നമ്മൾ അത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ഇതിന് വേണ്ടത് നമുക്ക് ആദ്യം എന്താണ്, നമുക്കൊരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ ജസ്റ്റ് പോസ് ചെയ്ത്, നമുക്ക് എന്തെങ്കിലും ഫ്രണ്ട് പറഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ഇമോഷണലി ഓക്കെ അല്ല, അത് നമ്മൾ അക്നോളജ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ഡിസിഷൻ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും ഒരു വാക്കുതർക്കം ഉണ്ടായി, ആ മൊമെന്റിൽ പെട്ടെന്ന് ചാടിക്കേറി ഒരു തീരുമാനം എടുക്കാതെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആകുക, ഒന്ന് ബ്രീത്ത് ചെയ്യുക, ആ ഒരു സറൗണ്ടിൽ ഒന്ന് മാറി നിന്നിട്ട് ഞാൻ ഓൾറെഡി നമുക്കറിയാലോ, ഓ ഞാൻ ഓക്കെ അല്ല, ഞാൻ അവിടെ ആ ഒരു ഫ്രണ്ടുമായിട്ട് ഒരു കശപിശ നടന്നപ്പോ എന്റെ ഇമോഷൻസിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സ്വയം അവെയർ ആയിട്ട് ഞാൻ ഇമോഷണൽ ബ്രെയിനിന്റെ അറ്റാക്കിൽ നിന്ന് മാറി ലോജിക്കൽ ബ്രെയിനിൽ കൊണ്ടുവന്നിട്ടേ തീരുമാനം എടുക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ, നമ്മുടെ ഫ്രണ്ടിനോട് ആ നടന്ന കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പാകപ്പെട്ടു, ഇതിൽ ഇങ്ങനെ ആയിരിക്കില്ലേ തീരുമാനം എടുക്കുന്നത്. അതായത് ആ ഒരു കണ്ടീഷൻസ് ഫുൾ ആയിട്ട് നമുക്ക് അടുത്ത ആളോട് പറയാം. എന്നിട്ട് ഇത് ലോജിക്കലി ഇതിന്റെ ആൻസർ ഇതല്ലേ ബെറ്റർ എന്ന് നമ്മൾ ചോദിച്ച് നമുക്ക്, ഇപ്പൊ നമ്മൾ പറയുമ്പോ നമ്മളൊരു കാര്യം എഴുതുമ്പോൾ അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ തെറ്റെന്താണ് എന്ന് നമുക്ക് അക്നോളജ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അതായത് നമ്മുടെ കോഗ്നിറ്റീവ് റീഫ്രെയിം, നമ്മൾ ഫ്രണ്ട്സിനോട് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഒരു വട്ടം എഴുതി കഴിയുമ്പോൾ ഇമോഷൻസിന് പകരം നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആൻസർ കൊടുക്കാൻ, അതായത് കോഗ്നിറ്റീവ് റീഫ്രെയിമിങ് കറക്റ്റ് വേയിൽ നമുക്ക് അതിന് ആൻസർ എടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കണ്ടു. അതായത് ഇമോഷനിൽ നിൽക്കുമ്പോൾ ഞാൻ ഇമോഷനിലാണ്, ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവുക, ഒന്ന് ഗ്രൗണ്ട് ചെയ്യുക മീൻസ് നമ്മൾ ഭൂമിയുമായിട്ട് ഇതാക്കി ഒന്ന് ബ്രീത്തിങ് ഒക്കെ എടുക്കുക. ജസ്റ്റ് ബ്രീത്ത് എടുക്കുമ്പോൾ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ആ പ്രശ്നങ്ങളിലല്ല, ഒന്ന് റിലാക്സ് ആയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ കണ്ടുകഴിയും. അതുപോലെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എപ്പോഴും വാല്യൂ ബേസ്ഡ് ഡിസിഷൻ ആയിരിക്കണം. നമ്മുടെ ഇമോഷൻസിനെ അതിലെ ഇതാക്കാതെ ലോജിക്കൽ ആയിട്ട്, ഇത് ശരിക്കും സ്കില്ലാണ്.
ഫസ്റ്റ് ടൈം നമ്മൾക്ക് ഒരു പ്രാവശ്യം നമ്മളെന്താ ഇമോഷണലി ഒരു ഡിസിഷൻ എടുത്തു. ഞാൻ എടുത്തത് ഇമോഷണലി ആണെന്ന് അക്നോളജ് ചെയ്യാനും ഇപ്പൊ എനിക്കൊരു തെറ്റ് പറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് അതേക്കുറിച്ച് ചിന്തിക്കുകയല്ല. നെക്സ്റ്റ് ടൈം, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, ഇനി എനിക്ക് അബദ്ധം പറ്റില്ല. അല്ലാതെ എല്ലാ സ്കില്ലും ഒരു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, നമ്മൾ ബൈ പ്രാക്ടീസ്. ഒരു പ്രാവശ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 1-2 പ്രാവശ്യം നമുക്ക് ചില സമയത്ത് ഇമോഷണലി തന്നെ ആയിരിക്കും എടുക്കാൻ പറ്റും. ആ സമയത്ത് നമ്മൾ അവെയർ ആവും, ഈ പ്രാവശ്യം ഞാൻ ഇമോഷണലി ആണ് എടുത്തത്, നെക്സ്റ്റ് ഡേ കറക്റ്റ് ആയിട്ട് എടുക്കും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുക. അതായത് നമുക്കുണ്ടായ ഈ ഫിയർ അല്ലെങ്കിൽ ഷെയിം, പീപ്പിൾ പ്ലീസിങ്, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ഓരോ അൽഗോരിതംസും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിട്ട് മാറിയത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്തപ്പോഴാണ്. ലൈഫിൽ ഉണ്ടായ ഈ ഇമോഷണൽ അൽഗോരിതംസ്, അതായത് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിന് ഒരാൾ പീപ്പിൾ പ്ലീസിങ് ക്യാരക്ടർ ആണെങ്കിൽ ആ രീതിയിലുള്ള ഡിസിഷനാണ് അയാളെ ലൈഫിൽ എടുക്കുള്ളൂ. ഒരാൾ ഫിയർ ഉള്ള ഒരു ആളാണെങ്കിൽ ആ രീതിയിലുള്ള ഡിസിഷനാണ് എടുക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അയാൾ എന്താണ്, എന്ത് പ്രശ്നം വരുമ്പോൾ പേടിച്ച് മാറി നിന്ന് അതൊരു ശീലമായി, ആ ഒരു ശീലമായി മാറി. അപ്പോൾ നമ്മൾ പുതിയ അൽഗോരിതം, ഞാൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ മാറി നിന്ന് ഇതെന്റെ ഒരു ശീലമായി, ഇനി ഇത് വരുമ്പോൾ പേടിയുണ്ടാവും, ഞാൻ എന്നാലും അത് ചെയ്തു നോക്കും. നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ഇന്റൻഷ്യലി നമ്മുടെ അൽഗോരിതം വീണ്ടും മാറ്റി എഴുതാൻ നമുക്ക് സാധിക്കും. ഒരു പ്രാവശ്യം കൊണ്ടല്ല, ഓൾറെഡി നമുക്കൊരു ഹാബിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് കുറെ പ്രാവശ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പുതിയൊരു കാര്യം ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ്, ഓൾറെഡി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫിയർ, ഷെയിം, ഇതുപോലെ എല്ലാവർക്കും കുറെ അൽഗോരിതംസ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും ഇത്രയും നാളത്തെ ഈ ജീവിതം കൊണ്ട്. അപ്പൊ നമുക്കറിയാം ഇതെന്താണ് ഏറ്റവും നമ്മുടെ സക്സസിന് ഹെൽപ്പ് ചെയ്യുന്ന പുതിയ അൽഗോരിതംസ് ഏതാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് പുതിയ അൽഗോരിതത്തിലേക്ക് ചേഞ്ച് ചെയ്യുക. അതിന് ചെയ്യാവുന്നത് എന്താ, അറിഞ്ഞുകൊണ്ട്, ഫിയർ ഉള്ള ആള് അറിഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യുക. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ആ ഫിയർ എന്ന അൽഗോരിതം നമുക്ക് മാറിക്കിട്ടും. എത്ര വലിയ സ്പീക്കർ ആണെങ്കിലും എന്താണ്, നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്നത് എന്താണ്, അവിടെ ആ ഒരു ഫ്രണ്ടിലിരുന്ന ആളുകൾ കളിയാക്കി വിറതാങ്ങി, അതായത് സംസാരിക്കുമ്പോൾ പേടിക്ക് കോട്ടിന് വേണ്ടി വിറയ്ക്കുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്ക് ഹോൾഡ് ചെയ്ത ആ ഒരു സ്റ്റാൻഡിനെ കളിയാക്കി പറയുന്ന ഒരു പേരാണ് വിറതാങ്ങി. ഇത്ര വലിയ സ്പീക്കർ ആണെങ്കിലും അവർക്കും ആ ഒരു സ്റ്റേജിൽ കയറി ആ ഫസ്റ്റ് മൊമെന്റ് പറയാൻ നേരത്ത് പുതിയൊരു ഓഡിയൻസ്, വലിയൊരു ബിഗ് ഓഡിയൻസ് ആണെങ്കിൽ ഒരു പേടി ഫീൽ ചെയ്യും. പക്ഷെ അവരെന്താ ചെയ്യുന്നത്, ആ പേടിനെ ഓവർകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഓൾറെഡി ഉള്ള അൽഗോരിതം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്താണ്, നമ്മുടെ അവയർനെസ് ആണ് നമുക്ക് പുതിയ ചോയ്സ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ചോയ്സ് നമ്മളുടെ ലൈഫ് തന്നെ, നമ്മുടെ ഇമോഷണൽ അൽഗോരിതംസ് ഇതാണ്, ഈ ഇമോഷൻസ് ആണ് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിന്. നമുക്ക് പേടിയുള്ള ഒരാൾക്ക് ഒരു പുതിയ ഒരു സംഭവം വന്നു കഴിയുമ്പോൾ അത് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് പേടിയൊക്കെ ഉണ്ട് എന്നാലും ഞാൻ പുതിയ ഒരു കാര്യത്തിലേക്ക് ചാടും എന്ന സ്വയം അറിഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ പുതിയ അൽഗോരിതംസ് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോ ഇമോഷണൽസ് അൽഗോരിതം എന്താണെന്നും നമ്മൾ എടുക്കുന്ന പല ഡിസിഷൻസിനെയും നമ്മൾക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഇമോഷണൽ അൽഗോരിതം വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ, നിങ്ങളുടെ ഇമോഷൻസ് ഒരിക്കലും പ്രശ്നമാകാതെ പുതിയ ഒരു നല്ല ഒരു അൽഗോരിതം ലൈഫിൽ ഉണ്ടാക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ടോപ്പിക്ക് ക്ലിയർ ആയി. താങ്ക് യു ടോപ്പിക്ക് ക്ലിയർ ആയി മാഡം. ടോപ്പിക്ക് ക്ലിയർ ആയി മാഡം. എല്ലാം മാഡം പറഞ്ഞ പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിൽ സംശയമായിട്ടൊന്നും ചോദിക്കാനൊന്നുമില്ല. കാരണം ഇതിലെല്ലാം കൊണ്ട് കടന്നു പോണ ഒരാളാണ് ഞാൻ. പേടി കാരണം ഒരു കാര്യവും ചെയ്യാറില്ല. അപ്പൊ പേടിയോടുകൂടി ചെയ്യണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചെയ്യാനും സമ്മതിക്കൂല, ഞാനും ചെയ്യൂല. അതാണ് എന്റെ പ്രശ്നം.
പിന്നെ ഇമോഷണലി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ്. ഇപ്പൊ പിന്നെ കുറെ ആയിട്ട് അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മാഡം പറഞ്ഞതിലുള്ള എല്ലാ കാര്യങ്ങളും അതിപ്പോ കുറെയൊക്കെ മാറി വരുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് സംശയങ്ങളൊന്നും ചോദിക്കാനില്ല, കാര്യങ്ങൾ മനസ്സിലായി. അതാണ് ഇതിലുള്ള കാര്യം. താങ്ക് യു ഇതുപോലെ മാം. അപ്പൊ ഏതായാലും മാമിന് ഓൾറെഡി അവെയർ ആണല്ലോ ഞാൻ ഫിയർ ഉണ്ട് എന്ന്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്ത് തന്നെയാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഫിയറോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു അൽഗോരിതം ബ്രേക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. മാം വളരെ നല്ല ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. കാരണം നമുക്കെല്ലാം ഉണ്ടാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. പെട്ടെന്ന് ചില സമയം ഇമോഷണൽ വരുമ്പോൾ നമുക്കൊന്നും നമ്മൾ തന്നെ നമ്മളല്ലാന്നായിപ്പോവും. പിന്നീടാണ് വിചാരിക്കുന്നത് ഈശ്വരാ ഇതൊക്കെ പറഞ്ഞ ഞാനായിരുന്നു, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച ഞാനായിരുന്നു, എന്താ എനിക്ക് പറ്റിയത് എന്ന് നമ്മൾ ചില സമയങ്ങളിൽ ചിന്തിച്ചു പോകും. അതെന്താണെന്ന് അറിയില്ല. അതുപോലെ മാം പറഞ്ഞില്ലേ ശബ്ദം കേൾക്കുന്നത്, അത് കറക്റ്റാ. ചിലപ്പോൾ തോന്നും അടുക്കളയിൽ നിന്ന് അമ്മ മരിച്ച പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അടുക്കളയിൽ പാത്രങ്ങൾ അനങ്ങുന്ന ശബ്ദം, അവിടെ എന്തൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം, ഞാൻ ഓടി വന്ന് നോക്കാറുണ്ട്. അപ്പൊ ഒന്നുമില്ല. എനിക്ക് അതിശയം തോന്നും, ഇതാണോ വാതാന്നും പ്രേതമെന്നും ഒക്കെ പണ്ടുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നത്. മാം പറഞ്ഞൊക്കെ വളരെ നല്ലതാ. കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. ചില സമയങ്ങൾ കയ്യിൽ നിന്ന് പോകും. പക്ഷെ ഇപ്പൊ കിട്ടിയ നല്ലൊരിത്, നമ്മൾ ആരോടെങ്കിലും പറയുന്ന മുമ്പേ ഒരു പേപ്പറിൽ എഴുതി വെക്കുക, എഴുതി അതിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കുക. അതൊരു സൂപ്പർ വിഷയം തന്നെയാണ്. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇതുപോലത്തെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടേണ്ട ഇതുപോലത്തെ ക്ലാസ്സുകളാണ്. ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മേഘ മാം. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന്റെ കളികളാണ്. നമ്മളെ ഇമോഷണലി ഡിസിഷനിലേക്ക് എത്തിക്കുന്നത് ബ്രെയിൻ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി ലോജിക്കലി നമുക്ക് തിങ്ക് ചെയ്യാൻ ബൈ പ്രാക്ടീസ് കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് മാറും. പറഞ്ഞ പോലെ മാജിക് ചില മോണെ സമയങ്ങളിൽ ഭയങ്കര ഹൈലി ഇമോഷണൽ ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീത്തിങ് എടുത്ത് മാറി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് ലോജിക്കൽ ബ്രെയിനിനെ കൊണ്ടുവരാൻ സാധിക്കും. താങ്ക് യു സർ. മാജിക് മോർണിംഗ് മാജിക് മണി മാം. നന്നായിരുന്നു മാം. നല്ലൊരു സെഷനായിരുന്നു. നല്ല യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഇന്നത്തെ ഇതിൽ ജീവിക്കുമ്പോൾ തെറ്റ് പറ്റാതിരിക്കാനും റോങ് ഡിസിഷൻ എടുക്കാതിരിക്കാനും ഒരു ബന്ധങ്ങളെല്ലാം ഒരു റിലാക്സ് ആയിട്ട് പോകാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മളെ ഇമോഷൻസ് അതിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മൾ എടുത്തു ചാടിയിട്ട് ഓരോ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് പാളിപ്പോകാറുണ്ട്, ലോജിക്കായിട്ടുള്ള കാര്യത്തിലേക്ക് എത്താറില്ല. അപ്പോൾ ഇമോഷൻസ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഫിയർ ആയാലും ശരി, ദേഷ്യം ശരി, അങ്ങനെ പലതും നമുക്ക് വരുന്ന സമയത്ത് നമ്മളെ ആകെ പെർപ്ലസ്ഡ് ആയി പോവുകയും നമ്മളെ തെറ്റായ ഒരു തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനാദ്യം ഈ പറഞ്ഞത് അവയർനെസ് തന്നെയാണ്. മൈൻഡ്ഫുൾ ആയിട്ട് നിൽക്കാൻ നമുക്ക് ഇതുണ്ട്. പിന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, മാം പറഞ്ഞ പോലെ ബ്രീത്തിങ്ങിന്റെ കാര്യവും അതുപോലെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ലോജിക് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ള. അപ്പം ഈ സാധാരണ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മിക്കവാറും എല്ലാ ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അധികമാകുമ്പോഴാണ് അത് പ്രയാസമായിട്ട് വരുന്നത്. നെഗറ്റീവ് ആണ് കൂടുതൽ ആൾക്കാർക്ക് വരിക. ചിന്തിച്ചുകൊണ്ടേയിരിക്കും അതിനെ പറ്റിയിട്ട്. അപ്പൊ അതിലൊരു മാറ്റം വരുത്താൻ സഹായിക്കുന്ന ഒരു ക്ലാസ്സാണിത്. താങ്ക് യു വെരി മച്ച്. നന്നായിട്ട് മാം. താങ്ക് യു സർ. ഫീഡ്ബാക്ക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. അതിന്റെ പേര് സമയമുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഇന്ന് നമുക്ക് ഹലോ പറഞ്ഞോളൂ സർ. ഇന്ന് നമുക്ക് ഇമോഷണൽ ആൽഗോരിതത്തെ പറ്റി വളരെ മനോഹരമായിട്ട് നമ്മളെ മാനസികമായിട്ട് നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തന്ന
നമ്മുടെ ഷബാസ് മാമിന് വളരെയധികം നന്ദി പറയാണ്. ഇനിയും ഇത്തരം ക്ലാസ്സുകളായിട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങളിത്. വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഓരോ ക്ലാസ്സിലും നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള പോയിന്റ്സ് എല്ലാം ലഭിക്കുന്നുണ്ട്. അത് ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്നുമുണ്ട്. അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്താണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും ലീവ് ചെയ്യാം.